വളരെ വേദന തോന്നും ചില ഘട്ടങ്ങളിൽ. ഈ കർണാടകയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ കാണുമ്പോൾ ദർശിക്കുമ്പോൾ വളരെ വേദന ഉണ്ടാകുന്നുണ്ട് ചില ഘട്ടങ്ങളിൽ. കാരണം ചില ഉസ്താദുമാർ അവരുടെ മുന്നിലിരിക്കുന്നത് സാധുക്കളാണ്, അവർ ദീനോട് ഹബ്ബുള്ളവരാണ്, അവര് ഈ പറയുന്നത് ഹക്കാണ്, ഉസ്താദ് വിശദീകരിക്കുന്നതും വിളമ്പുന്നൊക്കെ ദീനാണ്, പഠിച്ചു പറയാണെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നത് മനസ്സിലാക്കണം സുഹൃത്തുക്കൾ. അതിലൊന്നാ കഴിഞ്ഞ ദിവസം കണ്ടത്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. എന്ത് ഏതോ ഒരാള് നിങ്ങൾ പറയുന്നത് പോലെ ഈ പറയുന്ന ഔലിയാക്ക് കഴിവുണ്ടെങ്കിൽ എന്തോന്ന് ചെയ്ത് കാണിക്കുന്നു പറഞ്ഞ പുസ്തകം ഉടൻ തിരിച്ചു പറഞ്ഞത് എന്താ, അള്ളാഹ് കഴിവുണ്ടെങ്കിൽ ഇതങ്ങോട്ട് പാറ്റട്ടെ, ഇതങ്ങോട്ട് ഉയർത്തട്ടെ. ഇത് കേട്ടിട്ട് ആ ഉസ്താദിൽ നമുക്കൊരു അത്ഭുതം ഇല്ല. പക്ഷെ അത് കേട്ട് ഖൗമു അല്ലാഹു അക്ബർ എന്താ പറഞ്ഞത്, അള്ളാഹുവാണ് വലിയവൻ. ഉസ്താദ് എന്താ പറഞ്ഞത്, അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ അത് പൊന്തട്ട്, അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ പൊന്തട്ട്, അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ അത് പൊന്തട്ട്. നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ വലിയ കലാമത്തോട് പൊന്തട്ട്. അല്ലാഹു അക്ബർ. ആ മാതിരി ഒന്നും ഇവിടെ നടക്കൂല എന്ന് മനസ്സിലായില്ലേ? അത് അള്ളാന്റെ കുതിർത്തുണ്ടല്ലോ, ആ പൊന്തട്ട്. അള്ളാന്റെ കുതിർത്തുണ്ടെങ്കിൽ അത് പൊന്തട്ടെ. പറയ് അള്ളാഹ്. ആ മാതിരി നാടകം ഒന്നും ഇവിടെ പറ്റൂല. മനസ്സിലായില്ലേ? ആ മാതിരി ഈ മാതിരി നാടകമൊന്നും നമ്മളടുത്ത് നടക്കൂല. ഇതൊന്നും ആദ്യമൊന്നും അല്ല, മനസ്സിലായില്ലേ? അതൊന്നും ഇവിടെ നടക്കൂല, മനസ്സിലായില്ലേ? അള്ളാന്റെ കുതിർത്തുണ്ടെങ്കിൽ അത് പൊന്തട്ടെ. ബോലോ തക്ബീർ, ബോലോ തക്ബീർ. ഉസ്താദ് എന്താ പറഞ്ഞത്, അള്ളാഹ് കഴിവുണ്ടെങ്കിൽ അതോട് ഉയർത്തട്ടെ. ഖൗം എന്താ പറഞ്ഞത്, അല്ലാഹു അക്ബർ. ഉസ്താദിന് അനുകൂലമായിട്ട് തക്ബീർ വിളിക്കണം. ഇത് രണ്ടും ഈ രണ്ടാളുകൾക്കും തിരിഞ്ഞിട്ടില്ല. ഈ അല്ലാഹു അക്ബർ വിളിച്ചവൻ അല്ലാഹു അക്ബറും തിരിഞ്ഞിട്ടില്ല, ഇത് പറഞ്ഞ ഉസ്താദിന് ദീനും തിരിഞ്ഞിട്ടില്ല. അതെന്താ, അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ അങ്ങനെ ഒരു വർത്താനം തന്നെ പറയുമോ, അള്ളാന്റെ ഒരു സിഫത്താ ഖാദിർ. അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ എന്ന് അങ്ങനെ തന്നെ പറയാൻ തന്നെ പാടില്ല. അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിലോ അതൊരു വർത്താനം തന്നെ പാടില്ല. അവൻ ഖാഹിറാണ്, ഖാദിറാണ്, അവൻ ഖാദിറാണ്, കാഹിറാണ്. അവൻ ഇനി തെളിയിക്കണം, കസേര പൊക്കിയിട്ട് തെളിയിക്കേണ്ട കാര്യമില്ല. അള്ളാഹ്ക്ക് കഴിവുണ്ടെന്ന് കസേര പൊക്കിയിട്ട് തെളിയിക്കേണ്ട കാര്യമില്ല. നേരെ മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്ത് തെളിയിച്ചത് നോക്കടാന്നാ പറഞ്ഞു. മാതറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുതി ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ എന്ന് അല്ലാഹ് പറഞ്ഞാണ്. അവന്റെ കഴിവാണ് ഈ കാണുന്ന മുഴുവനും. നീ നാവനക്കിയത് പോലും അവന്റെ കഴിവാണ്. അതുകൊണ്ട് അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ, എന്തേ കാരണം, ഏതോ ഒരു ശൈഖിന് കഴിവുണ്ടെങ്കിൽ ഒരു കറാമത്ത് കാണിക്കുന്നു പറഞ്ഞാണ്. അതിനാണ് അള്ളാഹിനെ തിരിച്ചു വെല്ലുവിളിക്കുന്നത്. അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ഈ മറ്റു ആളുകൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയരുത്. എന്തേ കാരണം, അവർ തിരിച്ച് അള്ളാഹിനെ ചീത്ത വിളിക്കും. അള്ളാഹ് പറയാ ഖുർആനില്, നിങ്ങൾ മറ്റുള്ള ആരാധ്യന്മാര് അവർക്ക് ഒരുപാട് പൂജാ വസ്തുക്കളൊക്കെ ഉണ്ടാവും. ഓരോ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർ ശത്രുത കൊണ്ട്, നിങ്ങളുടെ ദേഷ്യം കൊണ്ട് അവർ അള്ളാഹിനെ തിരിച്ച് ചീത്ത വിളിക്കും. അവരെ പഠിച്ചത് അള്ളയാണ്, നമ്മുടെ അതേ അള്ളാഹ് തന്നെയാണ് അവരുടെയും അള്ളാഹ്, അവർ അള്ളാഹ് തന്നെയാണ് നമ്മുടെ അള്ളാഹ്. പക്ഷേ ദേഷ്യം വന്നിട്ട്, വെറുപ്പ് കൊണ്ട്, നമ്മളുള്ള ശത്രുത കൊണ്ട് അവരല്ലാതെ തിരിച്ചു ചീത്ത വിളിക്കും. സൂക്ഷിക്കണം നമ്മള്. അപ്പോ ഇത്തരം ആളുകളാണ് നമ്മുടെ മഹല്ലിലെ ഖാദിമാരും ഖത്തീബുമാരും തോക്കമാരും ഒക്കെ ആയിട്ടിരിക്കണേ. പിന്നെ എങ്ങനെ നമ്മൾ തോക്കാതിരിക്കും? ഇവരാ നമ്മളെ നയിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ തോക്കാതിരിക്കും? അതുകൊണ്ട് നമുക്ക് ജയിച്ചേ പറ്റൂ, തോറ്റുപോകരുത്. ജയിക്കണമെങ്കിൽ മുത്തുനബി നമുക്ക് പറഞ്ഞു തന്നു, നമ്മെ സ്നേഹിച്ചിട്ട് പറഞ്ഞു തന്നു, ഖൽബിലേറ്റിട്ട് പറഞ്ഞു തന്നു, സ്നേഹം കൊണ്ട് പറഞ്ഞു തന്നു. അവിടെ എല്ലാം ഉണ്ട്. പുതിയതൊന്നും ആവശ്യമില്ല.